ചേച്ചി ഹസ്ബൻഡ് വീട്ടിലുണ്ടോ ചേച്ചി? ഹസ്ബൻഡ് നാട്ടിലില്ലല്ലോ. ഇച്ചായൻ എന്ന് വരും? ഇതാരാ വിളിക്കുന്നേ? എന്തിനാ? പറഞ്ഞിട്ടെന്തോ കാര്യം നേടാനാ? കഴിഞ്ഞ തവണ വന്നപ്പോഴേ ആ എന്റെ ഒരു വള ഇച്ചായനെ ഞാൻ പൊതിഞ്ഞു കൊടുത്തായിരുന്നു. വളയോ? എന്റെ വള. ഓ അങ്ങനെ പിന്നെ ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. പക്ഷെ ഇച്ചായൻ എന്തോ എന്റെ വാങ്ങി. 2 ദിവസം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് വരും. അപ്പൊ ഈ വള എന്തിയെ എന്ന് ചോദിക്കുമ്പോ ഇച്ചായൻ കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. അതിപ്പം എന്നെ എന്തോ ഉണ്ടല്ലോ എന്നോട് പറയുന്നേ. ഞാനോട് എന്തോ വാങ്ങിച്ചാലും എന്നോട് പറയും. പറയുന്ന കാര്യമൊന്നും പറയണ്ട ചേച്ചി. എന്റെ അടുത്ത് നിങ്ങളുടെ കാര്യം സകലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആളത്ര വെടിപ്പല്ല എന്നാണ് പറഞ്ഞത്. ഞാനോ? നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ നിങ്ങളെ എങ്ങനെ പേടിച്ച് വാങ്ങിക്കും വള? ഞാൻ അങ്ങനെ ചീത്ത വിളിക്കാറൊന്നും ഇല്ലല്ലോ. ആരാ വിളിക്കുന്നത്? ആരാ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇച്ചായന്റെ കുഞ്ഞി. ഇച്ചായന്റെ കുഞ്ഞിയോ? പിന്നെ എവിടുത്തെ കുഞ്ഞിയേത്? ഞാൻ എന്റെ വീട്ടിലെ കുഞ്ഞി, ചേച്ചി നാട്ടിലെ കുഞ്ഞി. ഇച്ചായന് ഖത്തറിൽ ഇനി വേറെ എന്തെങ്കിലും കുഞ്ഞുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എന്റെ വള ഇപ്പൊ എനിക്ക് കിട്ടണം. എന്നോട് ചോദിച്ചിട്ടാണോ കൊടുത്തേ? ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് സ്വർണ്ണമൊക്കെ ഉണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് മറ്റുള്ള ഒരു സ്ത്രീയുടെ സ്വർണ്ണം വാങ്ങിക്കാൻ പോയെന്ന് എനിക്കറിയില്ല. ഇച്ചായനും ഞാനും അടുത്ത ആഴ്ച കല്യാണം കഴിക്കും. അതിന് നാട്ടിലില്ലല്ലോ കല്യാണം കഴിക്കാൻ. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല അങ്ങനെ കഴിക്കുമെന്ന്. അങ്ങനെ ഒരാഴ്ചക്കകത്ത് വരും. ഞാൻ ഭാര്യ ആകാൻ പോകുന്ന ആളാണ്, നിങ്ങൾ എക്സ് വൈഫ് ആകാൻ പോകുന്ന ആളാണ്. നിങ്ങളാണെങ്കിൽ നമ്പർ വില മാറിയതായിരിക്കും. ചേച്ചി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. അതിന് ഞാൻ എന്താ വേണം കുഞ്ഞുണ്ടെങ്കിൽ? ഇച്ചായന്റെ കുട്ടിയായത്. ഹലോ ആന്റി, എന്റെ അമ്മയുടെ വളയൊന്ന് അച്ഛൻ്റെ വാങ്ങിച്ചു കൊടുക്കുവോ? കൊടുക്കാം. നിങ്ങൾക്ക് എത്ര പേര് വന്നേരിപ്പം? നല്ല അമ്മയും നല്ല മോളും കേട്ടോ ഇത്. ആന്റി, എനിക്ക് നിങ്ങളെ കെട്ടിയ ചിക്കിളിയിട്ട് വാങ്ങാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. നല്ല അമ്മയാണല്ലോ, നല്ല മോളും. നിങ്ങളുടെ ഹസ്ബൻഡ് നമ്പർ എനിക്ക് കിട്ടോ? ഞാൻ ഹസ്ബൻഡിനോട് പറയാം. എന്നിട്ടാണോ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് വിളിക്കാൻ? എനിക്ക് ആ സ്വഭാവം ഒന്നും ഇല്ല. നിങ്ങളുടെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കണമെന്നൊന്നും. പക്ഷെ എനിക്ക് ആ സ്വഭാവം ഉണ്ട്. ഞാനിപ്പോ എന്താ പറയുക, നിങ്ങളുടെ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആ വള വേണം. വീട്ടിൽ കൊണ്ട് തരാൻ പറ്റുമോ? കൊണ്ടുതരാം. ഒരുങ്ങി അവിടെ ഇരിക്കണം കേട്ടോ, ഞാൻ കൊണ്ടുതരാം. ഞാൻ എന്നും ഒരുങ്ങിയാണ് ഇച്ചായനെ വീഡിയോ കോളിൽ വിളിക്കാറുള്ളത്. അപ്പൊ വള മിസ്സിംഗ് ആണ്. ഇപ്പൊ വള കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇച്ചായനാണോ പറഞ്ഞ ഒരുങ്ങി നിക്കണോന്ന്? ഇച്ചായൻ ഒരാഴ്ച കഴിഞ്ഞ് വരുന്നുണ്ട്. അതിന് മുമ്പ് ഈ വള ഒപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഒപ്പിക്കാൻ ചോദിക്കട്ടെ ആരുടെ ഈ വള വാങ്ങിച്ചെന്നും പിന്നെ കൊണ്ട് കൊടുക്കുന്ന കാര്യം ചോദിച്ചിട്ട് ഞാൻ പറയാം. മുരുകേഷ് എന്നല്ലേ ഇച്ചായന്റെ പേര്? ആന്ന്. ഇത് മുരുകേഷ് ഏട്ടൻ പറഞ്ഞിട്ടേ പ്രാങ്ക് സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് വിളിച്ചത് അഞ്ജലി നിരഞ്ജനയാണ് കേട്ടോ. ഇത് ചേട്ടൻ രജിസ്റ്റർ ചെയ്തതാണ്. ചുമ്മാ പറഞ്ഞതാണ്, പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതെ, ഞാൻ മോൾ. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു. കഴിഞ്ഞു ചേച്ചി, കഴിഞ്ഞു. വിളിക്കാൻ വരുമോ ഒരു ദിവസം? ചേട്ടൻ വരുമ്പോ ഒരുമിച്ച് വായോ?